ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ വയറിങ് ചെയ്യുന്ന സമയത്ത് ഒരു സർക്യൂട്ടുകൾ വലിക്കുന്നതെന്ന് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. അതായത് സർക്യൂട്ടുകൾ വലിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഒരു സർക്യൂട്ടിൽ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടിൽ വരുന്ന കണക്ഷൻസ്, അതിൽ വയറുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. മെയിനായിട്ട് വരുന്നത് ന്യൂട്രൽ, ഫേസ്, എർത്ത്, ഇൻവെർട്ടർ ഫേസ്, ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ മാസ്റ്റർ കൺട്രോളിങ് ഉണ്ടെങ്കിൽ മാത്രം മാസ്റ്റർ ഫേസ് വരുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ ഫേസ്, അതുപോലെ തന്നെ ഇൻവെർട്ടർ ഫേസ്, ഇത്രയും വയറുകളാണ് മെയിനായിട്ട് വരുന്നത്. അത് തന്നെ ഈ റൂമിൽ നോക്കി അറിയാൻ പറ്റും. ഓരോ സ്വിച്ച് ബോർഡിലാണെങ്കിലും ഇതാണ് മെയിനായിട്ട് വരുന്ന കണക്ഷൻസ്. ബാക്കിയെല്ലാം പിന്നെ അറ്റാച്ച് ചെയ്ത് വരുന്നതാണ്. പിന്നെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു കണക്ഷൻസാണ് എ സിയുടെ കണക്ഷൻസ് വരുന്നത്. എ സിയുടെ കണക്ഷൻസ് നമ്മൾ കൊടുക്കുന്നത് 2.5 വയറാണ് കൊടുക്കുന്നത്. പിന്നെ മെയിനായിട്ട് വരുന്ന സർക്യൂട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത് 2.5 ഫേസ് വരുന്നുണ്ട്, ന്യൂട്രൽ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ 1.5 എർത്ത് വരുന്നുണ്ട്. അതായത് പച്ചയാണ് എർത്തായിട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്നത് ടു വേ കണക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർക്കിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. 2 വേയുടെ വേണ്ടിയിട്ട് ഫാനും ഒരു ലൈറ്റും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ 2 വേ തന്നെ ഇപ്പുറത്ത് നമ്മൾ ബെഡ് സ്വിച്ചിൽ വലിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ മെയിനായിട്ട് കൊടുക്കേണ്ടത് 2.5 ഫേസ്, അതായത് ഫേസായിട്ട് നമ്മൾ കൊടുക്കുന്നത് റെഡ് വയറാണ് കൊടുക്കുന്നത്. പിന്നെ വരുന്നത് 2.5 ബ്ലാക്ക് വയർ ന്യൂട്രലായിട്ട് കൊടുക്കുന്നു. 1.5 പച്ച വയർ എർത്തായിട്ട് കൊടുക്കുന്നു. പിന്നെ 1.5 യെല്ലോ വയർ ഇൻവെർട്ടറായിട്ട് കൊടുക്കുന്നു. 1.5 നീല വയർ ബ്ലൂ വയർ മാസ്റ്റർ ഫേസ് ആയിട്ട് കൊടുക്കുന്നു. ഇതാണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട്. ഈ സർക്യൂട്ട് നിങ്ങൾ നോക്കുക, ഇതാണ് മെയിൻ സർക്യൂട്ട്. കണ്ടത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫേസ്, ന്യൂട്രൽ, എർത്ത്, മാസ്റ്റർ, ഇൻവെർട്ടർ, ഇങ്ങനെ കണക്ഷൻസാണ് വരുന്നത്. ഇത് നമ്മൾ ഡി ബിയിൽ എങ്ങനെയാണ് വലിക്കുന്നതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സെയിം സർക്യൂട്ട് തന്നെ ഡി ബിയിലേക്ക് നമ്മൾ വലിച്ചെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി ബിയിൽ കിടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഉണ്ടോ, ഇതിപ്പോൾ ഡി ബിയിൽ ഓൾറെഡി നമ്മൾ ഓരോ റൂമുകളിൽ നിന്ന് വന്നിരിക്കുന്ന സർക്യൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സർക്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു സർക്യൂട്ട് സിമ്പിളായിട്ട് വലിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു സർക്യൂട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സർക്യൂട്ട് വലിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, പച്ച തുടങ്ങുക സർക്യൂട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിലും കാണിച്ചു തരാം. അതായത് ആ സർക്യൂട്ട് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട സർക്യൂട്ടിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ സർക്യൂട്ട് കൂടി വന്നിട്ടുണ്ട്. അത് വേറൊന്നുമില്ല, എ സിയുടെ 2 വയറുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് നമ്മുടെ സാധാ സർക്യൂട്ടിൻ്റെ കൂടെ ഒരു സർക്യൂട്ടിൽ കണ്ട ഫേസ്, എർത്ത്, മാസ്റ്റർ ഫേസ്, ഇൻവെർട്ടർ ഫേസ്, പിന്നെ ബ്ലാക്ക് വരുന്നത് ന്യൂട്രൽ, പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സിയുടെ ഫേസ് ന്യൂട്രൽ കണക്ഷൻസാണ് ഇത്രയും വരുന്നത്. അതായത് ഒരു സർക്യൂട്ടിൽ ഒരു റൂം സർക്യൂട്ടിലേക്ക് പോകുമ്പോൾ ഒരു സർക്യൂട്ടിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ സർക്യൂട്ടിൻ്റെ കൂടെ എ സിയുടെ കണക്ഷൻ കൂടി വരുന്നത് മാത്രമേ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു സർക്യൂട്ടിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.